നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. എയ്റ്റ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ് കാണിക്കുന്നത്. അവര് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. അവർക്ക് ഈ റിലേഷനെ ഏത് രീതിയിലാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഈ റിലേഷനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ഒരു പ്ലാനിങ് അവർക്കുണ്ട്. മാത്രമല്ല ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, അത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ ലൈഫിലും നിൽക്കണം. അതിന് എന്ത് ചെയ്യണം, ആളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ആളുടെ ഭാഗത്തു നിന്നൊരു മെച്ചുവേർഡ് അല്ലാത്ത രീതിയിൽ, ഒരു ഫണ്ണി ആയ രീതിയിൽ എന്ത് കാര്യം പറഞ്ഞാലും അതൊരു ഫണ്ണി ആയിട്ട് എടുക്കുക. നിങ്ങൾ സീരിയസ് ആയിട്ട് റിലേഷനെ കുറിച്ച് പറയുമ്പോഴും അവരതിനെ അത്രയും മെച്ചുവേർഡ് അല്ലാത്ത രീതിയിൽ ഡീൽ ചെയ്യുക. ഇപ്പോൾ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സംസാരിക്കുമ്പോഴും അവരത് സീരിയസ് ആയിട്ട് കാണാതിരിക്കുക. അങ്ങനെയുള്ള ഒരു ബിഹേവിയർ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടാവാം. അപ്പോൾ അത് ഒരു നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ടാവാം കേട്ടോ. ഇവർ ഈ ഒരു ഫണ്ണി ആയിട്ട് അല്ലെങ്കിൽ തീരെ മെച്ചുവേർഡ് അല്ലാത്ത രീതിയിൽ റിലേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് തന്നെയാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ചിലർക്കാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടാവാം, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരെപ്പോഴും നിങ്ങളിങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പെയിൻ തരുന്നുണ്ട് എന്നുള്ളതാണ്. മുൻപ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഷെയർ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചില സന്ദർഭങ്ങളിലൊക്കെ അവരത് എടുത്തിട്ട് നിങ്ങൾക്കൊരു പെയിൻ തരുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് കേട്ടോ. ഫോർ ഓഫ് കപ്സ് എനർജിയാണ്. ഇപ്പൊ നിങ്ങൾ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവർക്ക് നിങ്ങളോട് ആ ഒരു നിങ്ങളില്ലാത്ത നിങ്ങളുടെ ആബ്സെൻസ് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവർക്ക് അത്രയും ഒരു പെയിൻ കൊടുക്കുന്നുണ്ട് ആ ഒരു ആബ്സെൻസ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പം അവർക്ക് അവരിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തൊരു ഫീലിങ്സ് ആണ് അവർക്കുള്ളത് എന്നാണ് കാണിക്കുന്നത്. കിങ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ അവർക്ക് നിങ്ങളോട് സ്നേഹം ഫീലിങ്സ് എല്ലാം ഉള്ളതായിട്ട് തന്നെ കാണുന്നത്. അവരൊരു ഇമോഷണലി നിങ്ങളോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ചില സമയത്ത് അവര് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ടാവാം. അതായത് ചില സമയത്ത് നന്നായിട്ട് സ്നേഹിച്ച് നിൽക്കുന്നു, ചില സമയത്ത് അവരൊരു ചെറിയ കാര്യങ്ങൾക്ക് പോലും അകൽച്ച വെച്ച് പോകുന്ന സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഒരു ക്യാരക്ടർ മനസ്സിലാവുന്നുണ്ടാവില്ല. അവർക്ക് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം അവർക്ക് സ്നേഹം ഉണ്ടെന്ന്. പക്ഷെ ചില സമയത്ത് അവർ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഫൈവ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായിട്ടാണ്, ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാവുന്നതായിട്ടാണ്. അപ്പൊ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചില സമയത്ത് ഈ റിലേഷൻ വേണ്ടെന്ന് വെച്ച് പോവാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ആ ഒരു രീതിയിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്യൂസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഈ പേഴ്സണ് നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് കുറവാണോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹമില്ലേ, സ്നേഹക്കുറവ് വല്ലതുണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടെൻ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ അവര് ഒരു ഫാമിലി പോലെയാണ് നിങ്ങളെ കാണുന്നത്.
ആ രീതിയിലാണ് അവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും അടുപ്പുള്ള ഒരാളോട് ബിഹേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് നമ്മളെ റിയൽ ക്യാരക്ടർ പുറത്ത് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്നും അവരുടെ ആ റിയൽ ക്യാരക്ടർ പുറത്ത് വരുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് അവര് നിങ്ങളോട് ഇപ്പൊ ഫാമിലിയിലുള്ളവരോട് പെരുമാറുന്ന പോലെ തന്നെ കുറച്ച് ദേഷ്യപ്പെട്ട് പെരുമാറുന്നുണ്ടാവാം. ചിലപ്പോൾ അവരുടെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ബാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഒക്കെ പുറത്തു വരുന്നുണ്ടാവാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇവർ ഈ രീതിയിലൊക്കെ എന്നോട് പെരുമാറുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ അടുത്ത് അത്രയും ഫ്രീഡം ഉള്ളത് കൊണ്ടാണ് അവർ ആ രീതിയിൽ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ 2 കാർഡ്സ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെന്റിക്കിൾസും ദ ടവർ മൊമെന്റും ആണ്. ഇവിടെ ഈ ടവർ മൊമെന്റ് കാണിക്കുന്നത് ചിലർക്ക് നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം കേട്ടോ. ഈ റിലേഷൻ എൻഡായി പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആകെ തകർന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇവിടെ പേജ് ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ ഒരിക്കലും ഈ റിലേഷൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ അവർ ഈ ഒരു റിലേഷനെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ രീതിയിലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സിൽ ഈ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, അവരുടെ ലൈഫിൽ ചേർത്ത് നിർത്തണം, മുന്നോട്ട് ഈ റിലേഷൻ കൊണ്ടുപോകണം എന്നുള്ള ഒരു രീതി തന്നെയാണ് ഈ റിലേഷനെ അവർ കാണുന്നത്. ആ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. കമ്മിറ്റ്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന്, ഒരു വാഗ്ദാനം നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, ഒരു സ്റ്റേബിൾ ആയിട്ട് ഈ റിലേഷനിൽ നിൽക്കും എന്നുള്ളതാണ്. നിങ്ങളോടൊപ്പം അവരെപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ഈ റിലേഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത്. റെസിപ്രോസിറ്റി എന്നാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷനിൽ അവരൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്നുള്ള രീതിയിലാണ് ഈ റിലേഷനെ കാണുന്നത്. ആ രീതിയിൽ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സോൾ കോൺട്രാക്ട് എന്ന് കാണിക്കുന്നുണ്ട്. ചിലർക്ക് ഈ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത് ഒരു സോൾ കണക്ഷൻ ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാനുണ്ടായിരിക്കാം. ചിലർ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷനിൽ വന്നിട്ട് നിങ്ങൾ ഒന്നിച്ച് എന്തെങ്കിലും കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അത് ഈ റിലേഷനെ കൂടുതൽ സ്ട്രെങ്തൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു കണക്ഷൻ കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി 1988, ആയില്യം, പൂയം, മകം, ഏപ്രിൽ 1997, 2000, ലെറ്റർ ടി, ജൂലൈ, പൂരം 1987, ഡിസംബർ, പൂരാടം, നവംബർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.